5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുമ്പോൾ 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വോട്ടെടുപ്പ് പ്രക്രിയ ഇങ്ങനെ: സമ്മതിദായകൻ പോളിംഗ് ബൂത്തിലെത്തി ക്യൂവിൽ നിൽക്കുന്നു. വോട്ടറുടെ ഊഴമെത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയൽ രേഖയും പരിശോധിക്കുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ താങ്കളുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും ഒപ്പിടുകയും ചെയ്യുന്നു. പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും വോട്ടറുടെ വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യുന്നു. വോട്ടർ കമ്പാർട്ട്മെന്റിൽ എത്തുന്നു. അപ്പോൾ 3-ാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിങ്ങിന് സജ്ജമാക്കും. ബാലറ്റ് യൂണിറ്റിലെ റെഡ് ലൈറ്റ് പ്രകാശിച്ച ശേഷം വോട്ടർ താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള EVMലെ നീല ബട്ടൺ അമർത്തുക. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കും. ഉടൻ തന്നെ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ തുടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് PVVAT യന്ത്രം പ്രിന്റ് ചെയ്യുകയും 7 സെക്കൻഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു. VVPATൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടുക. വോട്ട് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്ത സ്ലിപ്പ് തുടർന്ന് VVPAT യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കും. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ 194, വോട്ടർമാർ 2.77 കോടി, ബൂത്തുകൾ 25,000-ലധികം, ഉദ്യോഗസ്ഥർ 1.5 ലക്ഷം. ബൂത്തുകളിലും മറ്റും 40,000-ൽ മേലെ പോലീസുകാരെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ന്യൂസ് 95 കളമശ്ശേരി.